ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു ശനിയാഴ്ച 10:30 മണിയുടെ നൊവേനയ്ക്ക് ശേഷം ഞാനും എൻ്റെ 2 കൂട്ടുകാരും കൂടെ കടവിലെ മാതാവിൻ്റെ അടുത്ത് പോയി തിരിച്ചു വരുമ്പോൾ പള്ളിമേടയുടെ മുന്നിൽ വെച്ചിട്ട് ഒരു അമ്മച്ചി ഞങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ ഇടയിലേക്ക് അങ്ങോട്ട് കയറിയാണ്. എന്നിട്ട് അമ്മച്ചി പറഞ്ഞു, ഇവിടെ രൂപേഷച്ചൻ മാതാവിൻ്റെ ചരിത്രം എഴുതാൻ വന്നിട്ടുണ്ട് മക്കളെ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചു, അമ്മച്ചി എവിടെയുള്ളതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും പറഞ്ഞില്ല. എന്നുവെച്ചാൽ രൂപേഷച്ചൻ്റെ ഇടവകയിലാണോന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് പകരം അമ്മച്ചി ഞങ്ങളോട് പറഞ്ഞത്, എനിക്ക് ആ കിണറിൽ നിന്ന് കുറച്ച് വെള്ളം കോരി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ മേടയുടെ അടുത്ത് തന്നെ ഫിൽറ്ററുണ്ട്. ഞാൻ പറഞ്ഞ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഫിൽറ്ററിൽ നിന്ന് എടുത്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചിയോട് വേണ്ട, എനിക്ക് ഈ മാതാവിൻ്റെ കിണറ്റിൽ നിന്ന് തന്നെ വെള്ളം കോരി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്മച്ചിയായിട്ട് കിണറിൻ്റെ കരയിൽ വരികയും ഞാൻ കിണറ്റിൽ നിന്ന് ബക്കറ്റിൽ വെള്ളം കോരി അമ്മച്ചിയുടെ കയ്യിലേക്ക് ഇങ്ങനെ ഒഴിച്ചപ്പോൾ അമ്മച്ചി 2 കൈ ഇങ്ങനെ പിടിച്ചേക്കുക. അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊരു പ്രകാശം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങൾ 3 പേരും കാണുകയാണ്. അമ്മച്ചിയുടെ കൈ ഇങ്ങോട്ട് അമ്മച്ചിനെ അങ്ങനെ ഒരു വലിയൊരു കളറുള്ള ആളൊന്നുമല്ല അമ്മച്ചി. പക്ഷെ അമ്മച്ചിയുടെ കൈ ഇങ്ങനെ ഭയങ്കര തുടുത്തുടാന്നിരിക്കുന്ന കൈ. വെള്ളം ഒഴിച്ച് അമ്മച്ചി ഒരു കവള് കുടിച്ചിട്ട് ശരി, ഇത് വളരെ അത്ഭുത ശക്തിയുള്ള വെള്ളമാണ് മക്കളെ എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മച്ചി പതിയെ ഇങ്ങോട്ട് നടന്നപ്പോഴേക്കും പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ തോന്നി, അമ്മച്ചിക്ക് വിശന്നിട്ടാണ് വെള്ളം ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ അമ്മച്ചിയോട് കഞ്ഞി പോയിട്ട് കുടിച്ചിട്ട് പോവാം, നേർച്ചക്കഞ്ഞി ഉണ്ട്, നേർച്ചക്കഞ്ഞി കുടിച്ചിട്ട് പോവാന്ന് പറയാൻ വേണ്ടി തിരിഞ്ഞിട്ട് അമ്മച്ചി ഇവിടെ കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ എല്ലാം നോക്കി. അമ്മച്ചി എങ്ങും പോകാനുള്ള സമയമായിട്ടില്ല, ഞങ്ങൾ ജസ്റ്റ് തിരിഞ്ഞ സമയത്താണ്. അപ്പോൾ ഞങ്ങൾ ആ കുട്ടിക്ക്, എൻ്റെ കൂടെയുള്ള കുട്ടിക്ക് കണ്ണ് കാണാൻ തീരെ ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞ കാണില്ലായിരുന്നു. ഭയങ്കര സങ്കടമായിട്ട് പ്രാർത്ഥിച്ച് ഒരുപാട് ചികിത്സയൊക്കെ നടത്തി ഇരിക്കുന്ന കുട്ടിയായിരുന്നു. ഞാനിപ്പോൾ പെട്ടെന്ന് എന്നെ മനസ്സിലാവുന്നത്, സത്യമായിട്ട് മോളിത് മാതാവാണ്, തന്നെ ആ കണ്ണൊന്ന് കഴുകിയോ അപ്പോൾ അതിനകത്ത് കാഴ്ച കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണും കഴുകി വെള്ളം കുടിച്ചു പോയി. ഞാൻ ഇത് സാക്ഷ്യം പലരോടും പറഞ്ഞപ്പോഴും പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങൾ പലരെന്നോട് പറയണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെ കണ്ടിങ്ങനെ കണ്ടത്. പക്ഷെ ഒരു കുറച്ച് നാളത്തെ ഒരു ഇതോടുകൂടി ആ കുട്ടിക്ക് ഇപ്പോൾ കണ്ണട വെച്ചാണെങ്കിലും വായിക്കാം, ഒരു കാഴ്ചയൊക്കെ കിട്ടി. അപ്പോഴും ഞങ്ങളവിടെ യൂണിറ്റിൽ ഞങ്ങളെല്ലാവരും അന്ന് സാക്ഷ്യം ഞങ്ങൾ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആന്റണിയച്ചൻ വന്ന് ഈ കിണർ നവീകരിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴേക്കും സത്യം പറഞ്ഞെങ്കിൽ വളരെ സന്തോഷം തോന്നി. അങ്ങനെ ഞാൻ അച്ഛനോട് വന്ന് ഈ സാക്ഷ്യം പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ കിണർ നവീകരണം. അപ്പോൾ അതൊരു അത്ഭുത സാക്ഷ്യമായിട്ട് തന്നെ ഇന്നും മനസ്സിൽ ഞാൻ ഒരുപാട് പേരോട് പ്രഘോഷിക്കുന്നുണ്ട്. ജീവിതമാ തോണി തുഴഞ്ഞു ഞാൻ തളരുമ്പോ, ജീവിതമാ ദുഃഖസാഗരത്തിൽ അമ്മി തോണി തുഴഞ്ഞു ഞാൻ തളരുമ്പോ, തീരത്തണയുവാൻ തുഴയാകണേ, അമരത്തിരിക്കണേ അമ്മേ, തീരത്തണയുവാൻ തുഴയാകണേ, അമരത്തിരിക്കണേ